10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ IAS ആകണം, IPS ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവർക്ക് അവരുടെ ഒരു പഠനകാലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില ഹാബിറ്റ്സുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് IAS ആകണമെന്നുള്ളൊരു മോഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ട ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ പത്തിൽ തന്നെ IASന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് ഒക്കെയാണ് പിന്നീടുള്ള UPSC പ്രിപ്പറേഷൻ ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് എടുക്കുക, അതിൽ ഒരു ടോപ്പിക്കെങ്കിലും മിനിമം, ഒരു ചെറിയ ടോപ്പിക്ക് മതി, ചെറിയ ടോപ്പിക്കെങ്കിലും മിനിമം നിങ്ങൾ ഡെയിലി പഠിക്കുക. അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ പഠനത്തിനെ ഒരിക്കലും ഒരു പ്രഷറായിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് വായിക്കാനും പഠിക്കാനൊക്കെ ശ്രമിക്കുക. നമ്മൾ പല കാര്യങ്ങളും എന്താണ് ഒരു പ്രഷറായിട്ട് എടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കത് ബർഡനായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ആ ഒരു IAS ആയിട്ട് മാറുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഒരു പേപ്പറിലൊക്കെ ഒന്ന് ജേർണൽ ചെയ്തിട്ടോ ഒക്കെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ എക്സാമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും പ്രഷർ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു IASകാരൻ ഒരിക്കലും പ്രഷർ അടിക്കാൻ പാടില്ല. കാരണം അവരുടെ ജോലി എപ്പോഴും പ്രഷറുള്ളതാണ്. അപ്പം അത്തരം ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കാമാകണം എന്നുള്ളത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ആഗ്രഹം വിഷ്വലൈസ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ പ്രഷർ അടിക്കാതെ വളരെ പാഷനേറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ആ ഒരു IAS എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. നമ്മളിവിടെ റൈറ്റ് ബോർഡിൽ 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. നവംബർ 1 തൊട്ടാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇവിടെ നിന്ന് ലഭിക്കും. അപ്പം കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.